കുട്ടനാട് തകഴിയിലെ ഒരു കർഷകന്റെ താറാവുകൾക്ക് മാത്രമേ പക്ഷിപ്പനി ബാധിച്ചിട്ടുള്ളൂ എന്നാണ് ഭോപ്പാലിലെ ലാബ് പരിശോധനാ ഫലം. ഇതിന്റെ അടിസ്ഥാനത്തിൽ രോഗം സ്ഥിരീകരിച്ച താറാവുകളെ മാത്രം കൊന്നൊടുക്കാൻ ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചിരുന്നു. ഇതോടെ മറ്റ് കർഷകർ പ്രതിഷേധവുമായി എത്തുകയായിരുന്നു. തകഴി പഞ്ചായത്തിൽ ചേർന്ന യോഗത്തിൽ രോഗം സ്ഥിരീകരിച്ച താറാവുകളെ മാത്രം കൊന്നൊടുക്കാൻ മറ്റ് കർഷകർ അനുവാദം നൽകി. ഒപ്പം രോഗലക്ഷണങ്ങളുള്ള താറാവുകളെ കൊന്നൊടുക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ ഭരണകൂടത്തിന് കത്ത് നൽകാനും യോഗം തീരുമാനിച്ചു. കുട്ടനാട്ടിലെ 4 പ്രദേശങ്ങളിലായാണ് രോഗം ബാധിച്ച താറാവുകളെ കൊല്ലുന്നത്. രോഗലക്ഷണമുള്ള താറാവുകളെ കൊല്ലണോ എന്നത് സംബന്ധിച്ച് ഇന്ന് വൈകിട്ട് തീരുമാനമെടുക്കുമെന്ന് മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ. നിന്ന് കോഴി, താറാവ്, മുട്ട എന്നിവ വാങ്ങരുതെന്നാണ് ഫാം ഉടമകൾക്കും കച്ചവടക്കാർക്കും തമിഴ്നാട് സർക്കാർ നൽകിയിട്ടുള്ള നിർദ്ദേശം. അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ 24 മണിക്കൂറും ജാഗ്രത പാലിക്കണമെന്നും ചെക്ക് പോസ്റ്റ് കടന്നുവരുന്ന ഓരോ വാഹനത്തിലും അണുനാശിനി തളിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. തമിഴ്നാട്ടിലെ കോഴി ഫാമുകളിൽ എല്ലാം പരിശോധന നടത്താനും പ്രതിരോധ മരുന്നുകൾ നൽകാനും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. അയൽ സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ പക്ഷിപ്പനി പടരുന്ന സാഹചര്യത്തിലാണ് തമിഴ്നാട് സർക്കാർ ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. കേരളത്തിൽ താറാവുകളെ കൂട്ടത്തോടെ കൊന്നൊടുക്കുന്ന വാർത്തകൾ വന്നതിനെ തുടർന്ന് സർക്കാർ അടിയന്തരമായി മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചുകൂട്ടിയാണ് ഈ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത്. മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ബി ബാലകൃഷ്ണ റെഡ്ഡിയുടെ നേതൃത്വത്തിലായിരുന്നു യോഗം. കേരളത്തിൽ നിന്ന് പ്രധാനമായും തമിഴ്നാട്ടിലേക്ക് താറാവ് മുട്ടയുമാണ് വരുന്നത്. അതിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ തന്നെയാണ് തമിഴ്നാട് സർക്കാരിൻ്റെ ഈ നിർദ്ദേശം. ജി പ്രസാദ് കുമാർ, മാതൃഭൂമി ന്യൂസ്, ചെന്നൈ.